നിന്റെ പാരത്രിക ലോകത്തിന് വേണ്ടി നീ നിസ്കരിച്ച നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ധർമ്മം, സലാത്ത്, ഖുർആൻ സമ്പാദിച്ച് വരച്ചു വെച്ച പലതും എന്റെ അക്കൗണ്ടിലേക്ക് നീ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നിനക്കെന്തെങ്കിലും എൻ്റെ വകയിൽ അങ്ങോട്ടും ഹദിയ തരണ്ടേ. അതിനാണ് ഞാനൊരു കൊട്ട നിറയെ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, പൊരുത്തപ്പെടണേ മോനെ, ഇതൊന്ന് സ്വീകരിക്കണേ. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം എനിക്ക് തരുന്നതിന് പകരം ദുന്യാവിൽ ഞാൻ സമ്പാദിച്ചു വെച്ച ഈത്തപ്പഴം ഒരൽപ്പം നിനക്ക് ഞാൻ അങ്ങോട്ടും തരുന്നു. ഇതാണ് ആരിഫീങ്ങളെ സ്വഭാവം. മുസ്ലിമീങ്ങളെ, 1ന് 10 എന്ന ശൈലിയല്ല, ചീത്ത പറയലല്ല, തെറി പറയലല്ല, പകവെച്ച് കൂടലല്ല. ആരിഫീങ്ങളെ വഴി കാരണം അവരുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞതാണ്. അമറനി റബ്ബി ബിതിസൈൻ, 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു. അതിലൊന്നാമത്തെ കാര്യമാണ് ഖശിയത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. രണ്ടാമത് പറഞ്ഞത് എന്താണ്? വകലിമത്തുൽ അദ്ലി ഫിൽ ഖദബി വദ്ദിളാ, ദേഷ്യം പിടിക്കുന്ന സമയത്തും തൃപ്തിയുള്ള സമയത്തും പറയുന്ന വചനം അത് നീതിയുടെ വചനമായിരിക്കണം. ചിലപ്പോൾ ഒരാളുടെ പ്രവർത്തനം നമ്മൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരാളെ പ്രസ്താവന നമ്മൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരാളുടെ നയമോ പരിപാടിയോ തീരുമാനമോ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും പറയുന്ന വാക്ക് നീതിയുള്ളതാകണം. വകലിമത്തുൽ അദ്ലി ഫിൽ ഖദബി വദ്ദിളാ, ദേഷ്യം പിടിക്കുന്ന സമയത്തും സംതൃപ്തിയുള്ള സമയത്തും ഉച്ചരിക്കുന്ന വാചകങ്ങൾ അത് നീതിയുടെ വാചകമായിരിക്കണം. പടച്ചവന്റെ റബ്ബിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വചനങ്ങളും ഒരു വാചകവും നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ചു പോകരുത്. മനസ്സിലാക്കട്ടെ. ഭാര്യയോട് ദേഷ്യം പിടിച്ച ആ ഭാര്യന്റെ ഉമ്മാനെ പറയുന്നവര്, ഭാര്യയോട് ദേഷ്യം പിടിച്ച ആ ഭാര്യന്റെ ബാപ്പനെ പറയുന്നവര്, ചില ആളുകളിലെ സംസ്കാരമില്ലാത്ത ജനങ്ങൾ പാടില്ല. ഭർത്താവിനോട് ദേഷ്യം പിടിച്ചാൽ, ഭർത്താവിനോട് ദേഷ്യം പിടിക്കുമ്പോ സ്വന്തം മക്കളോട് എന്റെ ബാപ്പ പണ്ടിന് അങ്ങനെ തോന്നാ, ബാപ്പ കേൾക്കാണ്ടാ പറയുന്നത്, ഭർത്താവ് കേൾക്കാതെ മക്കളോട് ബാപ്പക്കെതിരെ അങ്ങനെ സംസാരിക്കുന്ന ചില വിവരക്കേടുള്ള സ്ത്രീകളുണ്ട്. എന്റെ ഉമ്മമാരെ പെട്ടുപോകല്ലേ, നിങ്ങളെ മക്കൾ ചിതിയായി പോവും. കാരണം നിങ്ങളെ മക്കൾക്ക് ആ മക്കളുടെ ബാപ്പനെ സംബന്ധിച്ച് ഒരു മതിപ്പില്ലാതെയായി പോയി നിങ്ങളെ വർത്താനം കേട്ടിട്ട്. പിന്നെ ഈ ബാപ്പ എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കൂല. അനുസരിക്കുകയാണെങ്കിൽ തന്നെ തടിക്ക് ആഫിയത്തുള്ള കാലത്ത് അടി കിട്ടുന്നത് പേടിച്ചിട്ട് അനുസരിച്ച് ചെയ്ത് വരും. നീയും ആ ഭർത്താവും പ്രായമായി കിടക്കുന്ന സമയത്ത് നിങ്ങളെ മക്കൾ നോക്കൂല. കാരണം ബാപ്പയെ സംബന്ധിച്ച മതിപ്പ് മുഴുവനും ഭാര്യയായ നിങ്ങൾ, ഉമ്മയായ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരിക്കലും മക്കളോട് സ്വന്തം ഭർത്താവിന്റെ കുറ്റം പറയരുതേ സഹോദരിമാരെ. ഒരിക്കലും തന്നെ മക്കളെ മുന്നിൽ നിന്നോ അല്ലാതെയോ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യമാരെ അവരുടെ ബാപ്പനെ പറയരുതേ. ചെറുപ്പക്കാരെ, അവരുടെ ബാപ്പനെ പറയരുതേ. ഭർത്താക്കന്മാരെ, വളരെ ശ്രദ്ധിച്ചേ നമ്മൾ ജീവിക്കാവൂ. പറയുന്ന വചനം നീതിയുള്ളതാകണം. ഒരു മനുഷ്യനോടൊരു വെറുപ്പുണ്ടെങ്കിൽ, വെറുപ്പ് ന്യായമാകട്ടെ അന്യായമാകട്ടെ, ആ വെറുപ്പിന്റെ പേരിൽ എന്തും ചെയ്യുന്നവരാകരുത് നമ്മൾ. സുലൈമാൻ ഉസ്താദും പേരോടുമായിട്ട് നല്ല ബന്ധമാണ്. ആ ബന്ധം ഒന്ന് പൊട്ടിക്കണം. അതിനെന്താ പണി? അതിന് സുലൈമാൻ ഉസ്താദിനോട് പേരോടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഫിത്തന പറയാം. ഇങ്ങനെ ഫിത്തന നിങ്ങളെ മുന്നിൽ മൂപ്പര് വലിയ ബഹുമാനമൊക്കെ കാണിക്കും. സംഗതി ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഫിത്തനയുണ്ടാക്കുന്ന ചില ജനങ്ങളില്ലേ മോനെ, ആഖിബത്ത് നന്നാകാതെ ആഖിബത്ത് ചീത്തയായി മരിച്ചു പോകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആഖിബത്ത് ചീത്തയായി മരിച്ചു പോകും, ശ്രദ്ധിച്ചോളണം. കേട്ടിട്ടില്ലേ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? സ്വന്തം ബാപ്പയുടെ മുന്നിൽ അനുജന്മാരെ സംബന്ധിച്ച്, പെങ്ങന്മാരെ സംബന്ധിച്ച്, പെങ്ങളെ ഭർത്താവിനെ സംബന്ധിച്ച് ഫിത്ന പറഞ്ഞിട്ട് എനിക്കാളാകാമെന്ന് ചിന്തിക്കുന്ന ചില ജ്യേഷ്ഠന്മാരുണ്ട്. ജ്യേഷ്ഠനെ സംബന്ധിച്ച് ബാപ്പയോട് ഫിത്ന പറഞ്ഞിട്ട് അനുജന് ബാപ്പന്റെ സ്വന്തം ആളാകാമെന്ന് മനസ്സിലാക്കുന്ന ചില അനുജന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, പെങ്ങളെ ഭർത്താവിനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞിട്ട്